നീ ബുദ്ധിയില്ലാത്തവളല്ല, നീ ദുർബലയുമല്ല. നിനക്കറിയാം അവൻ ടോക്സിക് ആണെന്ന്. അവൻ നിന്നെ എത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നും നിനക്കറിയാം. പിന്നെ എന്തിനാണ് അവനിലേക്ക് തന്നെ തിരികെ പോകുന്നത്? ഇന്ന് ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്മാർട്ട് ആയിട്ടുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ടോക്സിക് ലവിൽ കുടുങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ സ്മാർട്ടായ സ്ത്രീകൾ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമായിരിക്കും. പക്ഷേ ട്രോമ ബോണ്ടിങ്ങിന് അത് വർക്കാകില്ല എന്നുള്ളതാണ്. ടോക്സിക് റിലേഷൻഷിപ്പ് ഒരു സൈക്കിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താന്നല്ലേ? ലവ്, പെയിൻ, അപ്പോളജി, ഹോപ്പ്. ഇതിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ലവ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സ്നേഹം അല്ലേ? അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പെയിൻ തരുന്നു, പിന്നീട് സോറി പറഞ്ഞു വരുന്നു, പിന്നെ നിങ്ങൾക്കുള്ള ഹോപ്പാണല്ലേ ആ സോറി പറച്ചിൽ. ആള് വളരെ കാമായിട്ട് വന്ന് സോറി പറയുമ്പോൾ പിന്നെ നിങ്ങളിലൊരു പ്രതീക്ഷയാണ് ആള് മാറിക്കോളും, അല്ലെ? ഈ സൈക്കിൾ ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സൈക്കിൾ നിങ്ങളുടെ ബ്രെയിനില് അഡിക്ഷൻ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് പുറത്തു വരണമെന്ന് വിചാരിച്ചാലും നിങ്ങളുടെ നെർവസ് സിസ്റ്റം അതിന് നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നെർവസ് സിസ്റ്റം ആ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നു എന്നുള്ളതാണ്. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് പുറകിലോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ? ടോക്സിക്കായ ആളുകൾ എല്ലായ്പ്പോഴും അങ്ങനെ ക്രൂരന്മാരൊന്നും ആകണമെന്നില്ല. അവര് നമ്മളെ ഹേർട്ട് ചെയ്തിട്ട് പിന്നീട് അവർ വന്ന് വളരെ സ്വീറ്റ് ആയിട്ട് നമ്മളോട് സോറി പറയുന്നു. ഞാൻ ചേഞ്ച് ആയിക്കോളാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മാറിക്കോളാം, ഞാൻ ചേഞ്ച് ആയിക്കോളാം, എനിക്ക് ഒരു അവസരം കൂടെ തരൂ, ഇത്തരത്തിലെല്ലാം പറയുന്നു നമ്മളോട്. ഇത് നമ്മളിൽ ഒരു ഹോപ്പ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഈ ഒരു ഹോപ്പ് അഡിക്ഷൻ ആയിട്ട് മാറുന്നു. അതാണ്, അത്തരത്തിലാണ് ആ ഒരു അഡിക്ഷൻ പോകുന്നത്. നമ്മുടെ അഡിക്ഷൻ, ആ ഹോപ്പിലുള്ള ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മളിൽ ഉടലെടുക്കുന്നു. അത് മാത്രമല്ല, ഇത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അവന്റെ ആ ബിഹേവിയർ ഉണ്ടല്ലോ, അത് ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യാനായിട്ട് കാരണമാകും. അപ്പോ നിങ്ങൾ സ്മാർട്ടായ സ്ത്രീകൾ, അപ്പൊ നിങ്ങൾക്ക് തോന്നും, ആ ഈ തവണ അവൻ എന്തായാലും മാറും, അവനൊരു ചേഞ്ച് ഉണ്ടാകും ഉറപ്പായിട്ടും. ഇതൊരിക്കലും ലവ് അല്ല, ഇത് സൈക്കോളജിക്കൽ അഡിക്ഷൻ ആണത്, ഒരിക്കലും ലവ് അല്ല. ഇതുപോലെ സ്മാർട്ടായിട്ടുള്ള സ്ത്രീകൾക്ക് പിന്നീടുള്ള ഒരു സിൻഡ്രമാണ് ഐ ക്യാൻ ഫിക്സ് ഹിം. അത്തരത്തിലുള്ള ചിന്തകൾ. ഞാൻ അവനെ ഹീൽ ചെയ്യിച്ചോളാം, അവൻ അവൻ കുറച്ച് ബ്രോക്കൺ ആണ്, അവനെ ഞാനൊന്ന് ഹീൽ ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്, ഞാൻ അവനെ പതുക്കെ പതുക്കെ ഹീൽ ചെയ്യിച്ച് അവനെ മാറ്റിയെടുത്തോളാം. നിങ്ങൾ അവനിലുള്ള പൊട്ടൻഷ്യൽ എന്താന്ന് നോക്കും. പൊട്ടൻഷ്യൽ ആയിരിക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് കളയും. നിങ്ങൾ അവനെ ഹീൽ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഹീൽ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, റിയാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു പൊട്ടൻഷ്യൽ അല്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളൊരു തെറാപ്പിസ്റ്റും അല്ല, നിങ്ങളൊരു പാർട്ണറാണ്. നിങ്ങൾക്ക് വേണ്ടതും ഒരു നല്ല പാർട്ണറിനെയാണ്. ഇനി പറയാൻ, ഫെമിലിയർ ആയിട്ടുള്ള ലവ് കിട്ടുമ്പോൾ നമ്മൾക്ക് എപ്പോഴും സേഫ് ആണെന്ന് തോന്നും. അതായത് നമ്മുടെ ബ്രെയിനിന് പുതിയതായിട്ടൊരു കാര്യം പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലവാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള പാരന്റ്സ് ആയിരുന്നു നിങ്ങളുടേതെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു പെയിനുമായിട്ട് ഫെമിലിയർ ആണ്, അല്ലെ? ആ ഒരു ലവ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് നിങ്ങൾ പോകുന്നതും അതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ആ പെയിൻ ഫെമിലിയർ ആണ്, നിങ്ങളുടെ ബ്രെയിനിന് ഫെമിലിയർ ആണ്. സോ അതുകൊണ്ട് തന്നെ ബ്രെയിൻ അതായിരിക്കും ഇഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് ബ്രെയിൻ നിങ്ങളോട് പറയും, ആ ഇതെനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള പെയിൻ ആണല്ലോ, അതുകൊണ്ട് ഞാൻ സേഫ് ആണ്, അങ്ങനെ പറയും. നിങ്ങൾ ഇനി ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയും, ഇത് അൺഫെമിലിയർ ആണല്ലോ, ഇത് ഫേക്ക് ആണോ. അത് പെട്ടെന്ന് അതുമായിട്ടൊന്ന് കണക്ട് ആകാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മൾ എന്താണോ ഫെമിലിയർ ആയിട്ട് വന്നിട്ടുള്ളത് അതാണ് ബ്രെയിൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് വാസ്തവം. പുതിയതായിട്ടൊരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാനും ഫെമിലിയർ ആകുന്നത് വരെ അത് നമ്മൾക്ക് ഇഷ്ടപ്പെടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സ്മാർട്ട് ആയിട്ടുള്ള സ്ത്രീകളായതുകൊണ്ട് കുറച്ച് ഈഗോ ഒക്കെ ഉണ്ടാവും, അല്ലെ? ഈഗോ, നാണക്കേട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിത് മാറി വരാൻ നിങ്ങളൊന്നും മടിക്കും. ഞാൻ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തല്ലോ, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞല്ലോ, അപ്പോൾ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, അവരൊക്കെ എങ്ങനെ എന്നെ കാണും, ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വന്നു എന്ന് പറയുമ്പോൾ ഞാൻ മോശക്കാരിയാന്ന്
ഞാൻ മോശക്കാരിയെന്ന് അവരെല്ലാം പറയില്ലേ, പക്ഷെ നിങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭവം എന്താന്ന് അവർക്കറിയില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പെയിൻ, നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥകൾ നമ്മുടെ മാത്രമാണ് അല്ലെ. അവർക്കതൊക്കെ ചിലപ്പോൾ കഥകളായിരിക്കാം. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു റീസൺ അതാണ്. നിങ്ങൾ ഇറങ്ങി വരാൻ മടിക്കുന്നതിന്റെ ഒരു റീസൺ അതാണ്. നിങ്ങൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ ഫെയിലായി പോയല്ലോ. ഒരാളെ ഇഷ്ടപ്പെടുന്നു, ആൾ ഇത്തരത്തിലുള്ള ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോഴെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ ലൈഫിൽ പരാജയപ്പെട്ടു പോയല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചാലും വീണ്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള തോട്ട്സ് കൊണ്ട് നിങ്ങളെ വീർപ്പുമുട്ടുമ്പോൾ നിങ്ങൾ വീണ്ടും ആ റിലേഷൻഷിപ്പിൽ തന്നെ തിരികെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, ഒറ്റപ്പെട്ടു പോകും എന്നുള്ള പേടി, ലോൺലെസ് അല്ലെ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് നേരിടും എന്നുള്ള ഒരു തരം പേടി. സൊസൈറ്റി ആയിരിക്കും അല്ലെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. സൊസൈറ്റി എന്ത് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റി എങ്ങനെ ചിന്തിക്കും, എന്ത് പറയും എന്നൊക്കെയുള്ള ഒരു തരം പേടി. എപ്പോഴും ഓർക്കുക, ഇത്തരത്തിലുള്ള പേടി ലോജിക്കിനെ ഓവർ പവർ ചെയ്യും എന്നുള്ളതാണ്. ബുദ്ധിയുള്ള സ്ത്രീകള് ഇത്തരത്തിൽ ടോക്സിക് റിലേഷൻഷിപ്പിൽ തുടരുന്നത് അല്ലെങ്കിൽ തിരികെ പോകുന്നത് അവൾ വീക്ക് ആയതുകൊണ്ടല്ല, അവളുടെ ഹാർട്ട് അത്രത്തോളം അറ്റാച്ച്ഡ് ആയി പോയത് കൊണ്ടാണ്. അവളുടെ നെർവസ് സിസ്റ്റം ആ ഒരു കണ്ടീഷനിലായി എന്നുള്ളതാണ്. അവളുടെ ഹോപ്പ് എന്ന് പറയുന്നത് ബൗണ്ടറീസിനേക്കാൾ വളരെ ശക്തമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതൊരിക്കലും നാണക്കേടായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണ്. അവയർനെസ് ആണല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇമോഷണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നിങ്ങളുടെ ബുദ്ധിയെ പവർഫുൾ ആക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടോക്സിക് സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ അധികം സ്മാർട്ട് ആകേണ്ട കാര്യമൊന്നുമില്ല, ബ്രേവ് ആയാൽ മതിയാകും.